നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ അർച്ചനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഈ വീട്ടിലെല്ലാരും കൂടി നാളെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. അതിന് ഇവിടെ എല്ലാവർക്കും എന്ത് പറ്റി? നീ എന്താ പറയുന്നതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല മോളെ. അർച്ചന ഇവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് പടർത്താനുള്ള പുറപ്പാടില്ല. അവളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാവും. ഇതൊരു പകരുന്ന രോഗമാണെന്ന് അച്ഛൻ അറിയില്ലേ? മോളെ, ഇത് പഴയ കാലമൊന്നുമല്ല. പണ്ട് വസൂരി പടർന്നു പിടിച്ച പോലെ അല്ല ഇപ്പൊ ചിക്കൻ ബോക്സ് വരുന്നത്. ഇപ്പൊ അതൊരു മാരകമായ അസുഖമൊന്നുമല്ല. ആര് പറഞ്ഞു മാരകാസുഖമല്ലെന്ന്? ചിക്കൻ ബോക്സ് വന്നയാളെ പരിചരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് വരും. ഔട്ട് ഹൗസിൽ പോയി സ്നേഹയെ നോക്കുന്നോണ്ട് നാളെ അർച്ചനയ്ക്കും കൂടി അസുഖം വന്നാ ഈ വീട്ടിലുള്ള മറ്റാളുകൾക്കും കൂടി അത് പകരില്ലേ? നിനക്ക് പേടിയുണ്ടല്ലേ? പിന്നെ പേടിക്കാതെ എന്ത് ചെയ്യും? സത്യത്തിൽ അർച്ചനയ്ക്ക് പകരം അവളെ ഔട്ട് ഹൗസിൽ പോയി പരിചരിക്കേണ്ടിയിരുന്നത് നീയാ. നീ അത് ചെയ്തില്ല. നീ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ അർച്ചന ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്നിട്ട് നീ പറയുന്നു അവള് കാരണം ഈ വീട്ടിലെല്ലാവർക്കും ചിക്കൻ ബോക്സ് വരുമെന്ന്. ഈ നാട്ടിൽ എത്ര നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. ചിക്കൻ ബോക്സ് പിടിവിടുന്നവരെ ഇങ്ങനെ വീട്ടിൽ കിടത്തി ചികിത്സിക്കാണോ ചെയ്യുന്നത്? അർച്ചനയ്ക്ക് വേണമെങ്കിൽ അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരിക്കാമല്ലോ. ബാക്കിയുള്ളവരിവിടെ പേടിച്ചിട്ടാ ജീവിക്കുന്നത്. ഇങ്ങനെ പേടിച്ചാലേ ഇനി ഈ വീട്ടിൽ ആദ്യം ചിക്കൻ ബോക്സ് വരുന്നത് ഏട്ടത്തിക്കായിരിക്കും. ഏട്ടത്തി ഒന്ന് നിന്ന്. അയ്യോ, ഇപ്പൊ തന്നെ ഏട്ടത്തിയുടെ മുഖത്ത് 1-2 തടുപ്പുകൾ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. നീ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട മോളെ. അല്ല, സ്നേഹയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? നല്ല പെയിനുണ്ട് അച്ഛൻ. ശരീരം മുഴുവൻ ചൊറിച്ചിലും ഉണ്ട്. മരുന്ന് കൊടുത്തിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞാൻ ചെന്ന് അവൾക്കുള്ള ജ്യൂസ് എടുക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.